എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി പള്ളിയുടെ മുൻപിലുള്ള റോട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ ഈ പിറകിൽ നമ്മുടെ ഷാജൻ പടിക്കൽ, അതുപോലെ തന്നെ സെബാസ്റ്റ്യേട്ടൻ, സാമേട്ടൻ, ഇവരെല്ലാവരും ഉണ്ട്. ജോസേട്ടൻ തുടങ്ങിയ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന റോഡ്, ഈ റോഡിന് വലിയ ചരിത്ര പ്രാധാന്യമുള്ള റോഡായിരുന്നു. കാരണം പണ്ട് ഇത് ഹൈവേ ആയിരുന്നു. അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു വീതിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീതിയില്ല. ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ് ഇതിൻ്റെ സ്ഥിതി. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഈ റോഡിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിപ്പിക്കാനായിട്ടുള്ളൊരു ഇടപെടൽ ചെയ്യേണ്ട ഭരണസമിതിയോ ഇതിൻ്റെ സംവിധാനങ്ങളോ ഇതുവരെ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഇടപെടൽ നടത്തിയത് ഈ കഴിഞ്ഞ പള്ളി അങ്കണത്തിൽ മുഖാമുഖം എന്ന് പറയുന്നൊരു പരിപാടി നടന്നപ്പോൾ ഇവിടുത്തെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ഛൻ വളരെ സുതാര്യമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പള്ളി യാതൊരുവിധ സ്ഥലങ്ങളും അക്കേറിയത് വെക്കുന്നില്ല. ഏത് സമയം വേണമെങ്കിലും പള്ളിയുടെ എന്ന് പറയുന്ന ഈ റോഡിൻ്റെ സ്ഥലങ്ങൾ ഏത് സമയം വേണമെങ്കിലും അളന്ന് തിരിച്ചെടുക്കാവുന്നതായിട്ടുള്ള സകലവിധ സപ്പോർട്ടും പള്ളിയും പള്ളി കമ്മിറ്റിയും ചെയ്യുന്നതാണെന്ന് അദ്ദേഹം അന്ന് ആ വേദിയിൽ വെച്ച് പറയുണ്ടായി. അപ്പോൾ ഇത്രയും സുതാര്യമായിട്ടുള്ള ഇടപെടലാണ് വികാരിയച്ഛൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ റോഡിലാണെങ്കിൽ വലിയ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നടപടി എടുക്കേണ്ടത് ആരാണ്? നടപടി എടുക്കേണ്ടത് ചാലക്കുടി നഗരസഭയാണ്. ഇവിടെ നഗരസഭ അധ്യക്ഷൻ്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് എല്ലാവരും ഭയപ്പാടാണ്. അദ്ദേഹം പറയുന്നത് ആരും അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവിടെ പറയാനുള്ളത് ഈ ആളുകളുടെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് അസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ടുള്ളൊരു ഇടപെടൽ മാറ്റിക്കൊണ്ട് വളരെ സുതാര്യമായി എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് ഈ റോഡിന് പഴയ വീതി കിട്ടുന്നതിനുള്ള ഇടപെടൽ ചാലക്കുടി നഗരസഭ ചെയ്യണമെന്ന് മാത്രമാണ് ഈ പിറകിലിരിക്കുന്നവർക്ക് പറയാനുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന് ശേഷം ഇനിയും ഇത്തരം കാര്യത്തിൽ ഇടപെടൽ നടന്നില്ലെങ്കിൽ വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷുറൻസ് ഓഫീസ്, LIC ഓഫീസ് ഉള്ളത് അത് കറക്റ്റായിട്ടുള്ള ഒരു നിലവിലാണ് അവരുടെ ബിൽഡിങ്ങിന് ശേഷം പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളും നിലവിലുള്ള ബിൽഡിങ്ങുകളും അത് അവരെ പഴയ ബിൽഡിങ്ങുകാരെ കുറ്റമായിട്ട് കാര്യമില്ല. കാരണം അവർ ഇവിടെ പഞ്ചായത്ത് വരുന്നതിന് മുൻപുള്ള ബിൽഡിങ്ങുകളാണ് നിലവിലുള്ളത്. ആ ബിൽഡിംഗ് അവർ റോഡ് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥലം എന്ന നിലയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ റോഡ് അവർ സ്വമേധയ കയ്യാറ്റം അവർക്കറിയാം. അവരുടെ ആധാരങ്ങളിലും കൃത്യമായിട്ടുള്ള സ്കെച്ചിലും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളിത് കയ്യാറ്റം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് അവർക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. ആ കയ്യാറ്റങ്ങൾ അവർ സ്വയം ഒഴിഞ്ഞു പോയിക്കൊണ്ട് ഒരു മാതൃക കാണിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. കാരണം ഞങ്ങൾ ഇനിയും അല്ലെങ്കിൽ ഹൈക്കോടതി തുടങ്ങിയുള്ള മറ്റുള്ള പ്രമുഖ കോടതികളിലൊക്കെ ഈ സാധാരണ കോടതികളും അതിനകത്ത് ബഹുമാനോട് ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഇനിയും അവിടെ നിന്ന് ഉള്ള ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പൊളിപ്പിക്കുന്ന ഒരു ഗതികേടിലേക്ക് പോകാണ്ടിരിക്കാനുള്ള ഒരു മനസ്ഥിതി അവർ കാണിക്കണമെന്നുള്ളത് പറയാനുള്ളത്. നമ്മൾ ഈ റോഡിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു 18 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതിൽ തന്നെ ഇതിൽ വിരോധാഭാസം എന്ന നിലയിൽ പറയാനുള്ളത്, ചാലക്കുടി മുനിസിപ്പാലിറ്റി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസ്റ്റർ പ്ലാനിൽ നോർത്ത് ജംഗ്ഷൻ മിനറൽ ബേക്കറി മുതൽ ഈ കനാലിൻ്റെ അവിടെയുള്ള റോഡിനെ അവരെ വീതി മെൻഷൻ ചെയ്തിട്ടില്ല. അത് ഇവിടുത്തെ കച്ചവട താല്പര്യങ്ങളെ അവരെ സംരക്ഷിക്കാനും ഇവരുടെ സങ്കുചിത നിലപാടുമാണെന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിനെ ബൈക്കുമ്പോൾ പോകുന്ന ഒരു വ്യക്തി ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വൺ വേ ട്രാഫിക്കും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഈ റോഡിന് വളരെയധികം വീതി വന്നാൽ തന്നെ ഇവിടുത്തെ അപകടങ്ങൾ സാധാരണ വഴിയും കച്ചവടക്കാർക്കും നല്ലതാണ്. അവർക്ക് വാഹനങ്ങൾ ഇടതുവശത്തും വലതുവശത്തുമൊക്കെ നിർത്തി കഴിയാം. നമുക്ക് സുഖമായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളെ ഇന്നത്തെ ഒരു സൂചന എന്ന നിലയിലാണ് നമ്മൾ ഈ സമരപരിപാടി, ഇന്നത്തെ പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. ഇനിയും നമ്മൾ കുറച്ച് പരാതികളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിലും തുടർ നടപടികളില്ലാന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടുത്തെ സമാന മനസ്സിലായിട്ടുള്ള എല്ലാവരെയും കോർത്തനയ്ക്ക് കൊണ്ട് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അതേ മതമാണ്. അല്ല, ഈ വിഷയത്തിൽ നഗരസഭാ ചെയർമാനും കൗൺസിലും ഉചിതമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇതിനെ സംബന്ധിച്ചിട്ട് ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർമാർ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രമേയം പോലും അവിടെ പാസ്സാക്കിയിട്ടില്ല. കൗൺസിൽ തീരുമാനം എടുത്തിട്ടില്ല. കൗൺസിൽ തീരുമാനം മാർക്കറ്റിനോട് സംബന്ധിച്ചിട്ട് കൗൺസിലൊരു തീരുമാനമില്ല. ചെയർമാൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിൽ ബാബി ജോസഫ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജീവ് അവരിങ്ങനെ പറഞ്ഞുള്ളത് ഷാമ് തുടങ്ങിയിട്ടുള്ള ആളുകൾ നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹം അതിൽ നിസ്സഹായനാണ്. കാരണം ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളത് തുറന്ന് പറയുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സമരപരിപാടി അല്ലാണ്ട് ഈ റോഡിൻ്റെ സത്യസന്ധമായിട്ടുള്ള വീതികൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഈ റോഡ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ ഈ റോഡിൽ പ്രധാനമായിട്ടും ഈ പുറമ്പോക്ക് ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങൾ ഏതാ? അല്ല, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ നാഷണൽ ഹൈവേ ആണ് ഇത് വരുന്നത്. ആദ്യത്തെ ഹൈവേ ഇതായിരുന്നു. നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഫയർ സ്റ്റേഷൻ ഓഫീസായിരുന്നു ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മുടെ ഇപ്പുറത്തെ തൊട്ടടുത്ത് ജംഗ്ഷനിലെ ഹൈവേ വന്ന് അതിനടുത്ത് ബൈപ്പാസ് വന്നു. അങ്ങനെയാണ് വന്നത്. ഇതിന് 18 മീറ്ററാണ്. ഇത് PW റോഡാണത്. 18 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അത് കൃത്യമായിട്ട് ആ സ്കെച്ചിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾക്ക് ഒരു കാര്യം പ്രത്യേക മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉത്തരവാദിത്തക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഞാനും മുൻ ചെയർമാനായിട്ടുള്ള ജോസ് മാനോ തുടങ്ങിയുള്ള ആളുകൾ അവിടെ പരാതികളും ഞങ്ങളുടെ അപേക്ഷകളും കൊടുത്തപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് ഞങ്ങൾ മിനിമം ഇതിനെ ഒരു 12 മീറ്ററെങ്കിലും നിങ്ങൾ വീതി കാണിക്കുന്നു പറഞ്ഞപ്പോൾ അവർ 1 മീറ്റർ പോലും വീതി കാണിക്കാതെ മെൻഷൻ ചെയ്യാണ്ടാണ് ആ ഇവിടെ ടൗൺ പ്ലാൻ സ്കെച്ച് നമ്മൾ പുറത്തിറക്കുന്നത്. അതിൻ്റെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് തരാം. ഇവിടെ നിന്ന് ഈ സൗത്തിൽ നിന്ന് കനാൽ വരെ അവർ 12 മീറ്റർ ഞങ്ങൾ നിർബന്ധം പറഞ്ഞുകൊണ്ട് അവർ 12 മീറ്റർ ഇവിടെ കാണിക്കുകയും മറ്റുള്ള സ്ഥലത്തേക്ക് അവരത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാർത്ഥ താല്പര്യക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ചെയർമാൻ്റെ ഭാഗത്തു നിന്നും കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ പല കൗൺസിലർമാരെയും ഞങ്ങൾ വിളിച്ചു ഈ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് വരണമെന്ന് പറഞ്ഞ് പലരും പല വഴി പറഞ്ഞ് പോവുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഈ വിഷയം ഞങ്ങളുടെ കൂടെ ഉയർത്തുന്ന ഈ വിഷയം അവർ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത കൗൺസിലിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഇതിന് ത്വരിതഗതിയിലുള്ള നിയമ നടപടികൾ അവർ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ ആരാധനയ്ക്ക് വരുന്ന 100 കണക്കിന് കാറുകളും അതുപോലെ ടൂറിസ്റ്റ് വണ്ടികളും ലോറികളും അതുപോലെ സകല സാധനങ്ങളും വരുമ്പോൾ ആകെ സ്റ്റക്കാവണം. മനുഷ്യർക്ക് മൂവ് ചെയ്യാൻ പറ്റണില്ല. ഈ കുർബാന കഴിയുമ്പോൾ 200-300 ആൾക്കാരെ ഒരുമിച്ച് പുറത്തേക്ക് കിടക്കണം. ഈ പുറത്തേക്ക് കിടക്കുന്ന ആൾക്കാർക്കൊന്നും മൂവ് ചെയ്യണ്ടേ? മൂവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വണ്ടികൾ വന്ന് തിങ്ങാണ്. അതിനുള്ള വീതിയില്ല. വീതി ഇവിടെ അളന്ന് തഹസിൽദാർ അളന്ന് വെച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ലൈൻ പറ്റി മുനിസിപ്പാലിറ്റി തന്നാൽ ഇത് ക്ലിയറായി. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കാലങ്ങളായിട്ട് ഒരു 30 കൊല്ലങ്ങളായിട്ടുള്ള ഇതിനുള്ള നിവേദനങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും മുനിസിപ്പാലിറ്റിയിൽ നടത്തി തുടങ്ങിയിട്ട്. പക്ഷെ മുനിസിപ്പാലിറ്റി ആക്ട് ചെയ്യുന്നില്ല. ആർക്ക് വേണ്ടിയത് നമുക്കറിയില്ല. പള്ളിയിൽ വികാരിച്ച 100% ഇതിന് സപ്പോർട്ടാണ്. അവർ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പള്ളി കമ്മിറ്റിയിലും നേരിട്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുനിസിപ്പാലിറ്റി ഈ വിഷയത്തിൽ തീരെ ആക്ഷൻ എടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ മുനിസിപ്പാലിറ്റി നിർജ്ജീവമായിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകാം എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണ മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ തിരിച്ച് കൊണ്ട് എത്രയും പെട്ടെന്ന് വാഹനങ്ങൾക്ക് പോകാനും കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മനുഷ്യർക്ക് യാത്ര ചെയ്യാനും വേണ്ടി ഈ റോഡ് വീതി കൂട്ടി തരണമെന്നാണ് മുനിസിപ്പൽ ചെയർമാനോടും മുനിസിപ്പൽ ഭാരവാഹികളോടും മുനിസിപ്പൽ കൗൺസിലർമാരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഈ മെഷർമെൻറ്റ് വില്ലേജിൽ നിന്ന് വന്നതല്ല. പരാതിയുടെ പുറത്ത് താലൂക്ക് സർവേയർ വന്ന് അളന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇതിങ്ങനെ നേരെ പോവോ? ഇതിങ്ങനെ നേരെ ജംഗ്ഷൻ വരെ പോകും, ആ അറ്റം വരെ പോകും. അപ്പോൾ തന്നെ ഇവിടുത്തെ പ്രശ്നം തീർന്നു. ഇതങ്ങോട്ട് അംഗീകരിക്കുന്ന വിഷയമുള്ളൂ. ഇത് ആരും സഹായം ആർക്കും വേണ്ട. താലൂക്ക് സർവേയർ അളന്ന് പുറമ്പോക്കുന്ന തിരിച്ചിട്ടിരിക്കുന്ന ഭൂമി അത് റോഡിന് വിട്ടുകൊടുക്കുക. ജനങ്ങൾ സഞ്ചരിക്കട്ടെ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴി ആരും കൈയടക്കി വയ്ക്കാൻ പാടില്ല. അതിൽ കൂടെ കാറും ബസ്സും ഒക്കെ പോട്ടെ, ജനങ്ങളും പോട്ടെ. ഒരു കുർബാന കഴിയുമ്പോൾ 300-400 ആളെ പുറത്തേക്ക് വരണം. ഈ പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് റോട്ടിൽ കൂടെ പോട്ടെ. അതിനെ പറ്റിയ സൗകര്യം ഇവിടെ ഇല്ല. അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് 30 കൊല്ലം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ണു കൊടുക്കണില്ല അധികാരികൾ. അടുത്ത സ്റ്റെപ്പ് മിനിമം 150 ആളെ വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ സമര പരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് യാതൊരു തർക്കമില്ല. ഇതിനി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. താലൂക്ക് സർവേയുടെ അളവ് മുനിസിപ്പാലിറ്റി അംഗീകരിക്കുക. ആ അളവ് പ്രകാരമുള്ള ഭൂമി റോഡിന് വിട്ടുകൊടുക്കുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇതാണ് കൗണ്ടർ. അതുകൊണ്ട് ആ മുനിസിപ്പാലിറ്റി വെച്ചങ്ങളുണ്ടോ? ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോഡ് വികസനം. ചാലക്കുടിയിലെ പല റോഡുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വലിയ കോമഡി തോന്നും. ഈ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുന്ന റോഡിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഇത് എന്തിനാണ് ഈ പ്രക്ഷോഭം? കാരണം ഇവിടെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് എല്ലാവരും നിൽക്കുന്നു. പള്ളി സന്നദ്ധമാണ്, അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ തന്നെ തയ്യാറാണ്. ഇതിലിടപെടേണ്ടത് ചാലക്കുടി നഗരസഭയാണ്. ഇത്തരം ഒരു വളരെ സുതാര്യമായ ഒരു സാഹചര്യത്തിൽ പോലും ഇടപെടാൻ ഭയക്കുന്ന ഒരു നഗരസഭ ഭരണാധികാരിയും കൗൺസിലും, ഇത് തീർച്ചയായിട്ടും ഈ നഗരത്തിന് തന്നെ ഒരു ശാപമാണ്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സംഭവമല്ലേ? അതെന്തുകൊണ്ട് ഇടപെടുന്നില്ല? ചെയർമാൻ തന്നെ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചിന്തനീയമാണ്. അദ്ദേഹം പറയുന്നത് ആരും അനുസരിക്കുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അദ്ദേഹത്തോട് രാജിവെക്കാൻ. അത് പ്രതിപക്ഷം പറയുന്നൊരു കമൻറ്റായിട്ട് മാത്രം കരുതാം. പക്ഷേ ഇതിൽ ഉത്തരവാദിത്തങ്ങളില്ലേ? ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിൽ ചെയ്യേണ്ട ഇടപെടലുകൾ ചെയ്യാനായിട്ട് എന്തുകൊണ്ട് മടിക്കുന്നു? ആരെയാണ് നഗരസഭ ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ആ ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. എന്തായാലും ഈ റോഡിന് വേണ്ടി കുറച്ച് പേർ സംഘടിച്ചിട്ടുണ്ട്. അവർ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന റോഡ്, ഇവിടെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിലെ നിന്ന് മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി. 2 കാറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ തടസ്സങ്ങളും ഈ കുരുക്കുകളും ഇതൊക്കെ പരിഹരിക്കാനും
ഇതിൽ ഇടപെടൽ നടത്തേണ്ടവരുമാണ് ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.